ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്നുവരെ ജീവിപ്പാൻ ദൈവം തന്ന ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. മിസ്രൈമ്യർ, പാർസികൾ, യവനർ, റോമർ എന്നിവരുടെ ഇടയിലും നടന്നു വന്ന ഒരു ആചാരം ആയിരുന്നു പോൽ ഉപവാസം. ഈ ആചാരം മനുഷ്യൻ താൻ സേവിക്കുന്ന ദേവൻ്റെ സന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഉപവസിക്കുക എന്നത് യഹൂദന്മാർക്ക് ഒരു പ്രമാണമായിരുന്നു. യഹൂദന്മാരുടെ ഉപവാസം എന്നതാണെന്ന് ലേവ്യപുസ്തകം 16:29 മുതൽ പറഞ്ഞിരിക്കുന്നു. ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾക്ക് എന്നേക്കുമുള്ള ഒരു ചട്ടമായി ഇതിരിക്കണം. 7-ാം മാസം 10-ാം തീയതി നിങ്ങൾ ആത്മതപനം ചെയ്യണം. സ്വദേശിയും നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിയും യാതൊരു വേലയും ചെയ്യരുത്. ആ ദിവസത്തിലല്ലയോ കർത്താവിൻ്റെ സന്നിധി നിങ്ങളെ ശുദ്ധീകരിക്കേണ്ടതിന് നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുകയും നിങ്ങളുടെ സകല പാപങ്ങളും നീക്കി നിങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വിശുദ്ധ സ്വസ്ഥതയുള്ള ശബ്ബത്ത് ആയിരിക്കണം. നിങ്ങൾ ആത്മതപനം ചെയ്യണം. അത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടം ആയിരിക്കുകയും വേണം. ഉപവാസം എന്നത് തന്നെത്താൻ വിനയപ്പെടുത്തുക അല്ലെങ്കിൽ ആത്മതപനം ചെയ്യുക എന്നതാകുന്നു. കൂടെ വസിക്കുക എന്ന അർത്ഥവും ഉപവസിക്കുക എന്ന വാക്കിനുണ്ട്. കർത്താവിൻ്റെ കൂടെ വസിക്കുന്ന സമയം ഭൗമികമായത് മറന്നത് ആത്മാവിൽ ആകുന്നു എന്ന് സാരം. അപ്രകാരമല്ലാതെ ഉപവസിക്കുന്നത് അബദ്ധമാണെന്ന് പ്രവാചകൻ വ്യക്തമായി പറയുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 58:4 മുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോമ്പ് നോക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? തലയെ വേഴത്തെപ്പോലെ ഉന്നയിക്കുക, രട്ടും വെണ്ണീറും വിരിച്ച് കിടക്കുക, ഇതാകുന്നു ഉപവാസം. ഇതിനോ നോമ്പൊന്നും കർത്താവിന് പ്രസാദമുള്ള ദിവസമൊന്നും പറയുന്നത്? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക, ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. വിശക്കുന്നവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങൾ ആയിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറക്കാതെ ഇരിക്കുന്നതും അല്ലയോ? അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, കർത്താവിൻ്റെ മഹത്വം നിന്റെ പിമ്പടായിരിക്കും. അപ്പോൾ നീ വിളിക്കും, കർത്താവ് ഉത്തരം തരും. നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്ന് അവിടുന്ന് അരുളിച്ചെയ്യും. നുകവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുകയും വിശപ്പുള്ളവനോട് നീ താൽപ്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവന് തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും, നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. കർത്താവ് നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയുമാകും. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും. കേടു തീർക്കുന്നവനൊന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനൊന്നും നിനക്ക് പേർ പറയും. നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാൽ അടക്കിവെച്ച് ശബത്തിനെ ഒരു സന്തോഷമെന്നും കർത്താവിൻ്റെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും നിന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ ഏർപ്പെടുകയോ ചെയ്ത് നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ കർത്താവിൽ പ്രമോദിക്കും. ഞാൻ നിന്നെ ദേശത്തെ ഉന്നതകളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിൻ്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ വായല്ലയോ അരുളിച്ചെയ്തിരിക്കുന്നത്. പുതിയ നിയമകാലത്ത് ജീവിക്കുന്നവരായ നാം ശനിയാഴ്ച ദിവസത്തിലുണ്ടായിരുന്ന ശബത്ത് ആചരണം പോലെ ഞായറാഴ്ച ദിവസത്തെ ആചരിക്കേണ്ടതില്ല. എങ്കിലും കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസമായ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിനമായ ഞായറാഴ്ച അപ്പസ്തോലനും കൂട്ടരും അപ്പം നുറുക്കുവാൻ ശുശ്രൂഷയ്ക്കായി കൂടി വന്നു എന്ന് പ്രവൃത്തിയുടെ പുസ്തകം 20:7 വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു.
കർത്താവ് താൻ പറഞ്ഞ് തുടങ്ങിയതും അപ്പോസ്തലന്മാർ ചെയ്ത് കാണിച്ചതും ലേഖനങ്ങളിൽ അതിൻ്റെ വിശദീകരണം തന്നിട്ടുള്ളതുമായ കാര്യങ്ങളാണല്ലോ സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളായി അംഗീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞായറാഴ്ച ദിവസം മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് പ്രത്യേകത ഉള്ളത് എന്ന് മനസ്സിലാക്കി ആ കർത്തൃദിവസം അത് ആ നിലയിൽ തന്നെ നാം അംഗീകരിക്കേണ്ടതുണ്ട്. ലോകമനുഷ്യന് ഞായറാഴ്ച എന്നത് കള്ളു കുടിക്കുന്നതിനും കല്യാണം നടത്തുന്നതിനും ഉള്ള ദിവസമാണ്. അതിനോട് അനുകൂല മനോഭാവം പുലർത്തി വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ വചനം ആയിരിക്കണം മാർഗദർശി. ഉപവാസം പുതിയ നിയമത്തിൽ ഒരു പ്രമാണമായി കൽപ്പിക്കപ്പെടുന്നില്ല. ഒരിക്കൽ യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചത്, ഞങ്ങളും പരീശന്മാരും വളരെ ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന്. മത്തായി സുവിശേഷം 9:14 മുതലുള്ള വാക്യങ്ങളിൽ ഈ ചോദ്യവും അതിനുള്ള ഉത്തരവും രേഖപ്പെടുത്തിയിട്ട് ഉണ്ട്. കോടിത്തുണിക്കണ്ടം ആരും പഴയ വസ്ത്രത്തോട് ചേർത്ത് തുന്നുമാറില്ല. തുന്നിച്ചേർത്താൽ അതുകൊണ്ട് വസ്ത്രം കീറും, ചീന്തൽ ഏറ്റവും വല്ലാതെയായിത്തീരും. പുതുവീഞ്ഞ് പഴയ തുരുത്തിൽ പകരുമാറുമില്ല. പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞ് ഒഴുകിപ്പോകും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലത്രേ പകർന്ന് വയ്ക്കുന്നത്. അങ്ങനെ ചെയ്താൽ രണ്ടും ഭദ്രമായിരിക്കും. ഇവിടെ പറയുന്ന രണ്ട് കാര്യങ്ങളോടും ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. പഴയതും പുതിയതും തമ്മിൽ കൂട്ടിച്ചേർക്കുവാൻ ഇടയാകരുത്. അങ്ങനെ ചെയ്താൽ തുരുത്തിയും നശിക്കും, വീഞ്ഞും പോകും. കാരണവും ആ ഭാഗത്ത് തന്നെയുണ്ട്. വീഞ്ഞ് ഉൾക്കൊള്ളുന്ന പാത്രം പഴയതെങ്കിൽ അതിൻ്റെ ഇലാസ്റ്റികത നഷ്ടപ്പെട്ട് കരുത്ത് ഇല്ലാതെയായിട്ടുണ്ടാകും. പുതുവീഞ്ഞ് പുളിച്ച് തള്ളുമ്പോൾ അത് താങ്ങാനാകാതെ തുരുത്തി പൊട്ടിവീണ് പുറത്തു പോകും. ആകയാൽ അത് വളരെ സൂക്ഷിപ്പാൻ ആവശ്യമുള്ള ഒരു വിഷയമായിട്ട് നമ്മെ ഓർപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1:17 ന്യായപ്രമാണം മോശെ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു എന്നെഴുതിയിരിക്കുന്നു. യേശുക്രിസ്തു മൂലം വന്ന കൃപയുടെ സുവിശേഷവും മോശെ മുഖാന്തരം ലഭിച്ച ന്യായപ്രമാണവും തമ്മിൽ ചേരില്ല. ന്യായപ്രമാണത്തിൻ്റെയോ യഹൂദ മതത്തിൻ്റെയോ തുടർച്ചയല്ല പുതിയ നിയമസഭ. ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് ഭാവി കാലാർത്ഥത്തിൽ പറഞ്ഞ കർത്താവ് കുരിശിൽ ഇരുപക്ഷത്തെയും തന്നിൽ ഒരു പക്ഷമാക്കി ഏവരുടെയും പാപത്തിന് പരിഹാരം വരുത്തി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി 40 നാളോളം ഈ ഭൂമിയിൽ ജീവിച്ചു. അതിനുശേഷം സ്വർഗാരോഹണം ചെയ്തു. തുടർന്ന് 10-ാം നാൾ പരിശുദ്ധാത്മാവ് എന്നേക്കും വിശ്വാസിയോടുകൂടെ വസിക്കേണ്ടതിന് വ്യക്തവും ശക്തവുമായ അടയാളങ്ങളോടെ അവരുടെ മേൽ വന്ന് സഭാസ്ഥാപനം നടന്നു. അന്നേ ദിവസം പത്രോസിൻ്റെ ആത്മനിറവിലുള്ള പ്രസംഗത്താൽ 3000-ഓളം പേർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ടു. അങ്ങനെ സഭാസ്ഥാപനം ഗംഭീരമാക്കി. ഉദ്ഘാടന ദിവസം ഉണ്ടായതെല്ലാം തുടർന്നുണ്ടാകണം എന്ന് ആരും ശടിക്കരുത് കേട്ടോ. തുടർമാനമായി നടക്കേണ്ടത് എന്ത് എന്ന് പ്രവൃത്തിയുടെ പുസ്തകം 2:42 വാക്യത്തിൽ വായിക്കുന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അങ്ങനെ ചേർന്നു വന്ന കൂട്ടത്തെയാണ് സഭ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അവർ ഉപവസിക്കണമോ എന്നാണ് നാം ചിന്തിച്ചു തുടങ്ങിയത്. കർത്താവ് അനുവദിച്ചാൽ അടുത്ത പാഠത്തിൽ അതല്പമായി ചിന്തിക്കാം എന്ന് ആഗ്രഹിച്ച് വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.